മെട്രിക്സ് എന്ന ചാപ്റ്ററിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലായാലും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലായാലും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സിലെ ഒരു പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹെഡിങ് എഴുതിക്കോളൂ. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ കണ്ടെത്താം, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ലെറ്റ് എ ബി എനി സ്ക്വയർ മെട്രിക്സ്. Then there exists another square matrix of same order B such that A into B equal to B into A equal to I, where B is called the inverse of A. The inverse of the matrix A is denoted by A raised to -1. That is A inverse. എന്താണ്? എ എന്നൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ, എ എന്നൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിൽ അതേ ഓർഡറിലുള്ള വേറൊരു സ്ക്വയർ മെട്രിക്സ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും, which satisfying the condition A into B equal to B into A equal to I. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താലും തിരിച്ച് ബിയും എയും മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടണം? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. Then B is called the inverse of A. That is A inverse equal to എന്തെന്ന് പറയാം? B എന്ന് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇനി ഈ ഇൻവേഴ്സിന്റെ ചില പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും. എ ഇൻറ്റു എ ഇൻവേഴ്സ്. ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലും തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ, ഇൻവേഴ്സും ആ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടണം? ഇവിടെ പറഞ്ഞു എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻവേഴ്സ്. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു എന്താണ്? ഐ. ഫ്രം ഡെഫിനിഷൻ എന്തെഴുതാം? ഐ എന്ന് എഴുതാം. ഓക്കെ, ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടിട്ട് അത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ നമുക്ക് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി. ആ മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ ഇൻവേഴ്സ് ഈസ് കറക്റ്റ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, വിച്ച് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് വൺ, വെരി വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. AB the whole inverse is equal to A inverse into B inverse അല്ല. എന്താണ്? റിവേഴ്സൽ ഓർഡറിൽ എഴുതണം. നമ്മൾ ട്രാൻസ്പോസിൽ പറഞ്ഞതുപോലെ AB the whole inverse equal to B inverse into A inverse. വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. ഇതിന്റെ വെരിഫിക്കേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഡിറ്റർമിനൻറ്റ്സ് എന്ന ചാപ്റ്ററിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി? AB the whole inverse equal to B inverse into A inverse, where A and B are invertible matrices എന്നുള്ള കണ്ടീഷൻ കൂടെ ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് പ്രോപ്പർട്ടി. A transpose the whole inverse is equal to A inverse the whole transpose. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടിട്ട് ഇൻവേഴ്സ് കണ്ടാലും തിരിച്ച് ഇൻവേഴ്സ് കണ്ടിട്ട് ട്രാൻസ്പോസ് കണ്ടാലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇവിടെയും എ ട്രാൻസ്പോസ് എന്തായിരിക്കണം? ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ കൂടുതലും നമ്മൾ അടുത്ത ചാപ്റ്റർ ഡിറ്റർമിനൻറ്റ്സ് എന്ന ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലമെന്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടെത്താമെന്നാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു പുതിയ കാര്യമാണ്. എന്താണ് എലമെന്ററി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്? അപ്പോൾ അതാദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു മെട്രിക്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എലമെന്ററി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, പ്രധാനമായും 3 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, we can interchange any 2 rows of a matrix. ഒരു മെട്രിക്സിലെ 2 റോസ് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ചെയ്യാം. ഈ റോസിന് അപ്ലൈ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസും കോളത്തിനും ചെയ്യാം. അതേപോലെ 2 കോളം നമുക്ക് പരസ്പരം എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ചെയ്യാം. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സപ്പോസ് എ എന്നൊരു മെട്രിക്സ് ഒരു 3x3 മെട്രിക്സ് എഴുതുന്നു. 1 2 1 4 5 1 2 0 3. ഒരു എക്സാമ്പിൾ, ഞാൻ ഈ മെട്രിക്സിലെ
രണ്ടാമത്തെയും മൂന്നാമത്തെയും റോസ് തമ്മിൽ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുന്നു. അതായത് അത് എങ്ങനെ നമുക്ക് എഴുതാം? ഓപ്പറേഷൻ നമുക്ക് എന്താണ് വേണ്ടത്? രണ്ടാമത്തെയും മൂന്നാമത്തെ റോയും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യണം. രണ്ടാമത്തെ റോയെ ഞാൻ R2 എന്ന് എഴുതുന്നു, മൂന്നാമത്തെ റോയെ എന്തെഴുതുന്നു? R3. ഇവ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്ത് സിമ്പിൾ കൊടുക്കും? അങ്ങോട്ടും മാറ്റണം, ഇങ്ങോട്ടും മാറ്റണം. R2 ഇന്റർചേഞ്ചിങ് R3. എങ്കിൽ ഈ A എന്ന മെട്രിക്സ് എങ്ങനെ മാറും? A ഈക്വൽ ടു ഒന്നാമത്തെ റോ നോ ചേഞ്ച്, അതുപോലെ എഴുതുക. രണ്ടാമത്തെ റോ എങ്ങനെ മാറി? പരസ്പരം അല്ലെ, 2 3ലേക്ക് പോയി, 3 2ലേക്ക് പോയി. അപ്പോൾ മൂന്നാമത്തെ റോ രണ്ടാമത് എഴുതണം 2 0 3. ഈ രണ്ടാമത്തെ റോ ഇവിടെ എഴുതണം, മൂന്നാമത് എഴുതണം 4 5 1. ഇതേപോലെ നമുക്ക് 2 കോളവും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഞാൻ C1 ഇന്റർചേഞ്ചിങ് C2 എന്ന് പറഞ്ഞാൽ A എന്ന മെട്രിക്സ് എന്തായി മാറും? A എന്ന മെട്രിക്സ് എങ്ങനെ എഴുതാൻ സാധിക്കും? പറഞ്ഞോളൂ. ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളവും പരസ്പരം മാറ്റണം. അപ്പോൾ രണ്ടാമത്തെ കോളം ഒന്നാമത് എഴുതണം 2 5 0. അതേപോലെ ഇതെന്ത് ചെയ്യണം? അപ്പുറത്ത് എഴുതണം 1 4 2. അടുത്ത ലാസ്റ്റ് കോളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. 1 1 3 അതുപോലെ എഴുതാം. അത് ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് ഇരുന്നാൽ മതി. നമ്മൾ കൂടുതലും ഓപ്പറേഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതവിടെ നോട്ടെ. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ? എന്താണ്? ഏത് 2 റോസും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കോളംസ് 2 കോളംസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് എലമെന്ററി ഓപ്പറേഷൻ. സെക്കൻഡ് വൺ, എക്സാമ്പിൾ കൂടെ തന്നെ പറയുന്നതായിരിക്കും എളുപ്പം. A ഈക്വൽ ടു, അഗെയിൻ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം അല്ലെ. A എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വീണ്ടും ഞാൻ ഒന്നേന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. A ഈക്വൽ ടു മെട്രിക്സ് 1 2 1 4 5 1 2 0 3. ഈ മെട്രിക്സിലെ ഒന്നാമത്തെ റോ എനിക്ക് മാറ്റണം. സോ ഒന്നാമത്തെ റോ ചേഞ്ച് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? R1 gives, R1 മാറ്റുന്നു. എങ്ങനെ മാറ്റുന്നു? 2 into R1. 2 എന്ന കോൺസ്റ്റന്റ് കൊണ്ട് ഒന്നാമത്തെ റോയെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ഏതെങ്കിലും ഒരു റോയെ അല്ലെങ്കിൽ ഒരു കോളത്തിനെ ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ. എന്താണ്? ഒരു മെട്രിക്സിന്റെ ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഒരു കോളത്തിനെ ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഞാൻ ഇവിടെ എന്താ പറയുന്നത്? ഒന്നാമത്തെ റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ A എന്ന മെട്രിക്സിന് എന്ത് സംഭവിക്കും? A ഈക്വൽ ടു, പറഞ്ഞോളൂ, ഒന്നാമത്തെ റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ഗെറ്റ് 2 then 4 2. അടുത്ത 2 റോയ്ക്കും ഞാൻ ഒരു ഓപ്പറേഷൻ പറയുന്നില്ല. സോ അതുപോലെ എഴുതുക 4 5 1. സെക്കൻഡ് റോ അതുപോലെ. തേർഡ് റോ എന്താണ്? 2 0 3, which is the second elementary transformation. We can multiply any row or column by a non-zero constant, non-zero number. Okay, next, third operation. വീണ്ടും ഈ സെയിം മെട്രിക്സിനെ ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ എനിക്ക് രണ്ടാമത്തെ റോ ചേഞ്ച് ചെയ്യണം. എന്താണ്? ഇതാണ് ഒറിജിനൽ മെട്രിക്സ് കേട്ടോ, അത് വന്നു വരുന്നത്. ഈ മെട്രിക്സിലെ രണ്ടാമത്തെ റോ ചേഞ്ച് ചെയ്യണം. എങ്ങനെ ചേഞ്ച് ചെയ്യണം? രണ്ടാമത്തെ റോ മൈനസ് ഫസ്റ്റ് റോ അല്ലെ, വേണ്ട, രണ്ടാമത്തെ റോ പ്ലസ് ഫസ്റ്റ് റോ അല്ലെ. ആദ്യം അഡിഷൻ പറയാം, പിന്നെ സബ്ട്രാക്ഷനിലേക്കൊക്കെ പോവാം. അപ്പോൾ ഈ ഓപ്പറേഷൻ എന്താണ് പറയുന്നത്? 2 റോസ് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 2 റോസ് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. അടുത്ത് എ റോ പ്ലസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു അനദർ റോ, ആ ഓപ്പറേഷൻ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് ഈ അഡിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സബ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഒറിജിനൽ A എന്ന മെട്രിക്സിന് എന്ത് സംഭവിക്കും? വീണ്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഈ മെട്രിക്സിന്റെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ റോയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഒന്നാമത്തെ റോയ്ക്ക് നോ ചേഞ്ച്, അതുകൊണ്ട് അതുപോലെ എഴുതിക്കോ. എന്താണ്? 1 2 1. സെക്കൻഡ് റോ എങ്ങനെ മാറുന്നു? സെക്കൻഡ് റോ ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെ? സെക്കൻഡ് റോ പ്ലസ് ഫസ്റ്റ് റോ. അപ്പോൾ സെക്കൻഡ് റോയിൽ ആദ്യത്തെ എലമെന്റ് എന്ത് വരും? 4 + 1. 4 + 1 എന്താണ്? 5. അടുത്തെന്താണ്? 5 + 2 7. നെക്സ്റ്റ് എന്താണ്? 1 + 1 2. തേർഡ് റോ നോ ചേഞ്ച്, അതുപോലെ എഴുതുക 2 0 3. മെട്രിക്സ് ക്ലോസ് ചെയ്യുക. വിച്ച് ഈസ് ദ ഓപ്പറേഷൻ? ഇപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞേ? തേർഡ് എലമെന്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ
we can add or subtract any two rows or columns. ഞാൻ നേരത്തെ പറഞ്ഞു ഈ റോസിന് അപ്ലൈ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസും കോളത്തിനും ചെയ്യാം. നമ്മൾ കൂടുതലും റോസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഈ സെക്ഷനിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് റോസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. ഓക്കെ, ഇതിന് ഇഷ്ടംപോലെ എക്സാമ്പിൾ ഇനി നിങ്ങൾക്ക് എഴുതാം. ഞാൻ നാലാമതൊരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. സെയിം ഇത് തന്നെയാണ്, നാലാമത്തെ ഓപ്പറേഷൻ അല്ല, ഇതിന് വേറൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതിന് വേറൊരു എക്സാമ്പിൾ, രണ്ട് റോസ്. ഇപ്പോൾ ഞാൻ R1 എന്ന് പറയുന്ന റോ ചേഞ്ച് ചെയ്യുന്നു. എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? R1 പ്ലസ് 2 ഇൻറ്റു R2. ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് വരുന്ന ഓപ്പറേഷൻ ആണ്. വീണ്ടും നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് ഇതാണ്, അത് മറന്നു പോകരുത്. സോ A ഈക്വൽ ടു എന്ത് വരും? എന്താണ് ഓപ്പറേഷൻ? വി ഹാവ് ടു ചേഞ്ച് ഫസ്റ്റ് റോ. ഒന്നാമത്തെ റോ മാറ്റണം. എങ്ങനെ മാറ്റണം? ഒന്നാമത്തെ റോ പ്ലസ് 2 ഇൻറ്റു സെക്കൻഡ് റോ. രണ്ടാമത്തെ റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഇതുമായിട്ട് ആഡ് ചെയ്യാം. ആ ഓപ്പറേഷൻ മനസ്സിലായോ? രണ്ടാമത്തെ റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ റോയ്ക്ക് എന്താണ് മാറ്റം വരുന്നത്? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പൊ 8. 8 പ്ലസ് 1 9. അടുത്തെന്താണ് പറഞ്ഞു? ഒന്നാമത്തെ റോയാണ് ചേഞ്ച് ചെയ്തത്. അടുത്ത് ഒന്നാമത്തെ റോ ഈ രണ്ടെന്ന എലമെന്റ് എങ്ങനെ മാറുന്നു? ഈ രണ്ടാമത്തെ റോയെ 2 കൊണ്ട് ഗുണിച്ചിട്ട് ഇത് കൂട്ടുക. 5 ഇൻറ്റു 2 10. 10 പ്ലസ് 2 12. അടുത്തതുപോലെ എന്താണ്? രണ്ടാമത്തെ റോ 2 കൊണ്ട് 2 പ്ലസ് 1 2 പ്ലസ് 1 എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. മറ്റ് 2 റോസും അതുപോലെ എഴുതാം. സോ 4 5 1 നെക്സ്റ്റ് 2 0 3. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ മൂന്നാമത്തെ ഓപ്പറേഷൻസ് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാം. നമ്മൾ കൂടുതലും 2x2 മെട്രിസസിനാണ് ഇത്തരം ഓപ്പറേഷൻസ് ഈ സെഷനിൽ ചെയ്യുന്നത്. ഇപ്പോൾ 3x3 ആണ് ഞാൻ കൂടുതൽ എക്സാമ്പിൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ കൂടുതലും 2x2 മെട്രിസസ് ആണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടെത്താം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. യൂസിങ് elementary transformations, find inverse of the matrix A equal to 1 3 2 7. ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണണം യൂസിങ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്ത് ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണണം. ഇതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫസ്റ്റ് ഓഫ് ഓൾ assume let A equal to I into A എന്ന് എഴുതണം. നിങ്ങൾക്കറിയാം I എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സിൽ A മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് തന്നെയാണ്? A തന്നെയാണ്. സോ A ഈക്വൽ ടു എന്താണ്? I A എന്ന് എഴുതുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 1 into A എന്ന് എഴുതിയാൽ തിരിച്ച് A into 1 എന്ന് എഴുതിയാലും സെയിം അല്ലേ? അപ്പോൾ I A എന്ന് പറഞ്ഞാൽ പകരം തിരിച്ച് A into I എന്ന് എഴുതിക്കൂടെ? എഴുതാം. പക്ഷേ A equal to I into A എന്ന് എഴുതിയാൽ we have to apply only row operation. Elementary transformationലെ row operation മാത്രം യൂസ് ചെയ്യുക. കോളം ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ തിരിച്ച് A equal to A into I എന്ന് എഴുതിയാൽ അപ്ലൈയിങ് only കോളം ഓപ്പറേഷൻ. അവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല? റോ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ ഒരു പ്രോബ്ലത്തിൽ മൊത്തം റോ ഓപ്പറേഷൻ, അല്ലെങ്കിൽ കോളം ഓപ്പറേഷൻ. നമ്മൾ കൺഫ്യൂഷൻ ആക്കണ്ട. നമ്മൾ എല്ലാ പ്രോബ്ലവും എങ്ങനെ എഴുതുന്നു? ലെറ്റ് A ഈക്വൽ ടു I into A. സോ വി ഹാവ് ടു അപ്ലൈ only റോ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത്? A എന്ന മെട്രിക്സ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നു. സോ എന്താണ്? 1 3 2 7 ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ്. ഇത് 2x2 ആയതുകൊണ്ട് അവിടെ എന്ത് വേണം? 2x2 അറിയാം. 1 0 0 1. ഇനി ഇൻറ്റു ഈ എയുടെ പ്ലേസിൽ വീണ്ടും ഈ എ എന്ന മെട്രിക്സ് എഴുതണ്ട, പകരം ജസ്റ്റ് എ എന്ന് എഴുതിയാൽ മതി. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് ഈ മെട്രിക്സിനെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ 1 വരണം, ഇവിടെ 0 വരണം, ഇവിടെ 1 വരണം, ഇവിടെ എന്ത് വരണം? 0. ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കാൻ കുറെ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യല്ലോ, അതേ ഓപ്പറേഷൻസ് ഇവിടെയും അപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു ട്രാൻസ്ഫോംഡ് മെട്രിക്സ് കിട്ടും. അപ്പൊ അവസാനം നമുക്ക് എന്താണ് കിട്ടുന്നത്? A into a new matrix equal to A into a new matrix equal to ഇവിടെ എന്ത് കിട്ടും? I എന്ന് കിട്ടും. A into B equal to I. നമ്മൾ ആദ്യം ഡെഫിനിഷനിൽ പറഞ്ഞു A B equal to I ആണെങ്കിൽ B is called inverse of A.
അതായത് ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയാൽ ഇവിടെ ഇരിക്കുന്ന ന്യൂ ട്രാൻസ്ഫോംഡ് മെട്രിക്സ് ഈസ് ദ ഇൻവേഴ്സ്. ഓക്കെ, ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? ഇവിടെ ഇരിക്കുന്ന പുതിയ മെട്രിക്സ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കുക, അതേ ഓപ്പറേഷൻസ് ഇവിടെയും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്നതാണ് ഇൻവേഴ്സ് ഓഫ് ദിസ് മെട്രിക്സ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓർഡറിന് വളരെ പ്രാധാന്യമുണ്ട്. ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു convert the first element to 1. Then using that one we have to convert this element as 0. Then ഈ എലമെന്റിനെ എന്താക്കുക? 1. Then ആ 1 യൂസ് ചെയ്ത് ഇതിനെ എന്താക്കുക? 0. ആ ഓർഡറിൽ തന്നെ പോകണം. 1 0 1 0. ഈ ഒരു ഓർഡറിൽ ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ എലമെന്റ് 1 ആക്കണം. നിലവിൽ 1 ആണ്, അപ്പോൾ വിഷയമില്ല. അടുത്ത സ്റ്റെപ്പ് ഈ എലമെന്റിനെ 0 ആക്കണം. 2വിനെ 0 ആക്കണം. അത് എവിടെ ഇരിക്കുന്നു? രണ്ടാമത്തെ റോയിൽ ഇരിക്കുന്നു. സോ വി ഹാവ് ടു ചേഞ്ച് സെക്കൻഡ് റോ. എലമെന്ററി ഓപ്പറേഷൻ വി ഹാവ് ടു ചേഞ്ച് സെക്കൻഡ് റോ. R2 gives എന്ത് കിട്ടും? R2നെ ചേഞ്ച് ചെയ്യണം. R2നെ എങ്ങനെ ചേഞ്ച് ചെയ്യണം? ഇത് 0 ആകണം. ഇത് 0 ആകണം യൂസിങ് ദിസ് റോ. ഈ റോയുമായിട്ട് ഓപ്പറേഷൻ ചെയ്ത് ഇതിനെ 0 ആക്കണം. എന്ത് ചെയ്താൽ മതി? ഈ റോ അതായത് R2 മൈനസ് 2 into first row 2 into R1. ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് 2 minus 2 0 കിട്ടത്തില്ലേ? അതായത് ഇവിടെ ഇരിക്കുന്ന ഈ സെയിം നമ്പർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സംഗതി കഴിഞ്ഞു. ഓക്കെ, ദെൻ എന്ത് കിട്ടും ഒന്ന് പറഞ്ഞേരേ. ഫസ്റ്റ് റോ നോ ചേഞ്ച് 1 3. സെക്കൻഡ് റോ എങ്ങനെ മാറുന്നു? ഒന്നാമത്തെ റോയിൽ 2 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് താഴെ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ 2 മൾട്ടിപ്ലൈ 2 2 minus 2 0. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു 6, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നു 7 minus 6 that is 1. മെട്രിക്സ് ഓപ്പറേഷൻ അവിടെ കഴിഞ്ഞു. ഈക്വൽ ടു ഇതേ ഓപ്പറേഷൻ ഈ മെട്രിക്സിനും അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോ നോ ചേഞ്ച് 1 0. സെക്കൻഡ് റോ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഒന്നാമത്തെ റോയിൽ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ നിന്ന് കുറയ്ക്കണം. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 2 0 minus 2 എന്ത് കിട്ടും? -2. നെക്സ്റ്റ് ഇവിടെ 2 മൾട്ടിപ്ലൈ ആണ്. 2 മൾട്ടിപ്ലൈ 2 into 0 0. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാം. 1 minus 0 that is 1 into ഈ മെട്രിക്സ് അതുപോലെ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിൽ അപ്ലൈ ചെയ്ത സെയിം ഓപ്പറേഷൻ ഈ മെട്രിക്സിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് 1 ഇത് 0. ഇവിടെ അടുത്തെന്താണ്? ഇത് 1 ആക്കണമായിരുന്നു. അതും ഓൾറെഡി 1 ആയി. അപ്പോൾ നമ്മുടെ പണി കുറഞ്ഞു. അപ്പോൾ 1 ആയി 0 ആയി 1 ആയി. ഇനി നമ്മുടെ ലക്ഷ്യം ഈ 3 എന്താക്കണം? 0. അതായത് ഐഡന്റിറ്റി മെട്രിക്സ് ഫോം ചെയ്യണം. അപ്പോൾ ഇത് 0 ആക്കണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു ചേഞ്ച് ഫസ്റ്റ് റോ. സോ വാട്ട് ഈസ് ദ ഓപ്പറേഷൻ? R1 gives ഫസ്റ്റ് റോ ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? യൂസിങ് ദിസ് 1. ഈ 1ഉമായിട്ട് ഓപ്പറേഷൻ നടത്തണം. അതിനുവേണ്ടി ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? അതായത് ഈ കോൺസ്റ്റന്റ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ അപ്പോൾ ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യണം. R1 minus 3 into R2. എന്താണ്? ഒന്നാമത്തെ റോയിൽ ഇത് 0 ആക്കണമെങ്കിൽ ഇത് മൈനസ് R1 മൈനസ് ഈ നമ്പർ 3 into സെക്കൻഡ് റോ. അതാണ് ഞാൻ എഴുതിയിരിക്കുന്ന ഓപ്പറേഷൻ. ഇത് നമുക്ക് ചെയ്യാം. പറഞ്ഞോളൂ. ഒന്നാമത്തെ റോ മൈനസ് 3 into സെക്കൻഡ് റോ അല്ലേ? ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 into 0 0. എന്നിട്ട് മേളിൽ നിന്ന് നോക്കുക. 1 minus 0 എന്ത് തന്നെയാണ്? 1. അടുത്തെന്താ പറഞ്ഞ? രണ്ടാമത്തെ റോയിൽ 3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 3 വരും. പിന്നെ സബ്ട്രാക്ട് ചെയ്യുക. 3 minus 3 എന്ത് കിട്ടി? 0. സെക്കൻഡ് റോ നോ ചേഞ്ച് അതുപോലെ എഴുതുക. 0 1 ഈക്വൽ ടു അതേ ഓപ്പറേഷൻ ഇവിടെയും അപ്ലൈ ചെയ്യണം. എന്താണ് ഓപ്പറേഷൻ? രണ്ടാമത്തെ റോയിൽ 3 മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഒന്നാമത്തെ റോയിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വരിക. രണ്ടാമത്തെ റോയിൽ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 3. അപ്പോൾ ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -6. മേളിൽ നിന്ന് കുറയ്ക്കുക. 1 minus -6 that is 1 plus 6 that is 7. നെക്സ്റ്റ് ഒന്നാമത്തെ റോയിൽ -3 into സെക്കൻഡ് റോ. ഒന്നാമത്തെ റോ എന്തായിരുന്നു? 0 മൈനസ് 3 into സെക്കൻഡ് റോ. 3 into 1 എന്താണ്? 3. 0 minus 3 എന്താണ്? -3 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് റോ അതുപോലെ നോ ചേഞ്ച്. -2 1 into എന്താണ്? A. ലെഫ്റ്റ് സൈഡ് നോക്കുക. എന്ത് കിട്ടി? ഐഡന്റിറ്റി മെട്രിക്സ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. A into A inverse equal to I. Therefore എന്താണ് A inverse? Is equal to this matrix 7 minus 3 minus 2 1, which is the answer. ഇനി ഒരു കാര്യം കൂടെ. നമ്മുടെ ഒറിജിനൽ മെട്രിക്സും
ഈ എ ഇൻവേഴ്സും ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇതൊന്ന് ജസ്റ്റ് നോക്കുക. ഇത് 1327 അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കുക. അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ. യൂസിങ് എലമെന്ററി ഓപ്പറേഷൻസ് ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ ഈക്വൽ ടു മെട്രിക്സ് 2513. ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണണം യൂസിങ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ്. അഗൈൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ ലെറ്റ് എ ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്നെഴുതിയാൽ വി ഹാവ് ടു അപ്ലൈ ഓൺലി റോ ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി എ എന്ന മെട്രിക്സ് റീപ്ലേസ് ചെയ്യുക. 2513 ഐ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2/2 1001 ഇൻറ്റു എന്താണ് എ. നേരത്തെ പറഞ്ഞതുപോലെ what is the first condition? The first element must be 1. ആദ്യത്തെ എലമെന്റ് എന്തായിരിക്കണം? 1. ഇവിടെ 1 ആണോ? അല്ല. അപ്പോൾ അത് 1 ആക്കണം. ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഇവ തമ്മിൽ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യാം. ഒന്നാമത്തെ രണ്ടാമത്തെ റോ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ 1 അവിടെ പോകേണ്ടി പോകും. അല്ലെങ്കിൽ ഒന്നാമത്തെ റോയിൽ നിന്ന് രണ്ടാമത്തെ റോ സബ്ട്രാക്ട് ചെയ്യാം. 2 - 1. അപ്പോൾ ഒന്നാമത്തെ റോയിൽ നിന്ന് 1 കിട്ടത്തില്ലേ? ഞാൻ ആ ഓപ്പറേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ എന്താണ് ഓപ്പറേഷൻ? R1 gives. എനിക്ക് ഒന്നാമത്തെ റോയാണ് മാറ്റേണ്ടത്, കാരണം ഇവിടെ 1 വരണം. സോ വി ഹാവ് ടു ചേഞ്ച് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ gives ഫസ്റ്റ് റോ മൈനസ് സെക്കൻഡ് റോ. ഓക്കെ, എന്ത് കിട്ടും പറഞ്ഞോളൂ. ഒന്നാമത്തെ റോ മാറുന്നു. എങ്ങനെ? ഒന്നാമത്തെ റോ മൈനസ് സെക്കൻഡ് റോ. 2 - 1 1. 5 - 3 2. കഴിഞ്ഞു. വെരി സിമ്പിൾ. സെക്കൻഡ് റോ അതുപോലെ 1 3 ഈക്വൽ ടു അതേ ഓപ്പറേഷൻ ഇവിടെ ചെയ്യണം. ഒന്നാമത്തെ റോ മൈനസ് സെക്കൻഡ് റോ. 1 - 0 1. 0 - 1 -1. സെക്കൻഡ് റോ നോ ചേഞ്ച് 0 1 ഇൻറ്റു എന്താണ് എ. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എന്ത് കിട്ടി? ആദ്യത്തെ എലമെന്റ് 1 കിട്ടി. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണ്? 1 ആക്കുക. ദെൻ എന്താക്കുക? 0. അപ്പോൾ ഈ എലമെന്റ് എന്താക്കണം? 0. യൂസിങ് ദിസ് എലമെന്റ്. സോ ഇത് 0 ആക്കണമെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് സെക്കൻഡ് റോ. സോ വാട്ട് ഈസ് ദ ഓപ്പറേഷൻ? സെക്കൻഡ് റോ ഗീവ്സ് വെരി സിമ്പിൾ. ഇത് 0 ആക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. R2 - R1 ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. R2 - R1 എന്ത് കിട്ടും? ഒന്നാമത്തെ റോ നോ ചേഞ്ച് 1 2. രണ്ടാമത്തെ റോ എങ്ങനെ മാറുന്നു? സെക്കൻഡ് റോ മൈനസ് ഫസ്റ്റ് റോ. 1 - 1 0. Then 3 - 2 1 ഈക്വൽ ടു അതേ ഓപ്പറേഷൻ ഇവിടെയും ചെയ്യണം. സെക്കൻഡ് റോ ചേഞ്ച് ചെയ്യണം. ഫസ്റ്റ് റോ നോ ചേഞ്ച്. ഫസ്റ്റ് റോ അതുപോലെ 1 - 1. സെക്കൻഡ് റോ എങ്ങനെയാണ്? R2 gives R2 - R1. ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. 0 - 1 -1. Now 1 - -1 ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. 1 - -1 1 + 1 that is 2 into a. ഓക്കെ, അപ്പോൾ എന്തായി? 1 ആയി. ഇത് 0 ആയി. ഇത് 1 ആയി. അപ്പൊ ഇനി അടുത്തെന്ത് ചെയ്താൽ മതി? ഇതിനെ 0 ആക്കിയാൽ മതി. ഇത് ചേഞ്ച് ചെയ്യണം. അതെവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു? ഫസ്റ്റ് റോയിൽ. സോ വി ഹാവ് ടു ചേഞ്ച് ഫസ്റ്റ് റോ. R1 gives ഇത് ചേഞ്ച് ചെയ്ത് ഇത് 0 ആക്കണം. എന്താണ്? ഈ 1 ഓപ്പറേറ്റ് ചെയ്ത്. അപ്പൊ എന്തായിരിക്കും ഓപ്പറേഷൻ? R1 gives R1 മൈനസ് ഈ നമ്പർ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു എവിടെ? സെക്കൻഡ് റോയിൽ 2R2. സോ വിച്ച് ഈസ് ദ ഓപ്പറേഷൻ. R1 ഒന്നാമത്തെ റോയ്ക്കാണ് മാറ്റം. സോ എങ്ങനെയാണ് മാറുന്നത്? ഒന്നാമത്തെ റോ മൈനസ് 2 ഇൻറ്റു സെക്കൻഡ് റോ. ഈ രണ്ടാമത്തെ റോയിൽ 2 മൾട്ടിപ്ലൈ ചെയ്യുക. മേളിൽ താഴോട്ട് കുറയ്ക്കുക. 2 × 0 0. 1 - 0 1. അടുത്ത് ഇവിടെ 2 മൾട്ടിപ്ലൈ 2. മേളിൽ നിന്ന് കുറയ്ക്കുക. 2 - 2 0. താഴത്തേന് മാറ്റമൊന്നുമില്ല. 0 1. അതേപോലെ ഇവിടെയും എഴുതുക. എങ്ങനെയാണ്? രണ്ടാമത്തെ റോയിൽ 2 മൾട്ടിപ്ലൈ ചെയ്യുക. മേളിൽ നിന്ന് താഴോട്ട് കുറയ്ക്കുക. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ -2 കുറയ്ക്കുക. 1 - -2 1 + 2 that is 3. അടുത്തിവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? 4 കുറയ്ക്കുക. -1 - 4 -1 - 4 that is -5. സെക്കൻഡ് റോ നോ ചേഞ്ച്. -1 2 ഇൻറ്റു എ. എന്ത് കിട്ടി? A into A inverse equal to I. Therefore A inverse equal to എന്താണ്? This matrix 3 - 5 -1 2. Okay, which is the inverse of this matrix. വീണ്ടും എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ആൻസർ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. എന്തെങ്കിലും റിലേഷൻസ് കണ്ടെത്താൻ പറ്റുമോ? റൈറ്റ്. ക്വസ്റ്റ്യൻ. Using elementary transformation
find inverse of a equal to 1 minus 1 2 3. Okay, again let a equal to ia. Now a എന്ന matrix എന്താണ് 1 minus 1 2 3. I എന്താണ് ഐഡന്റിറ്റി matrix 1 0 0 1 into a അതുപോലെ എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ the first element must be 1 ആണ്, no problem. Then we have to change this element into 0. ഈ എലമെന്റിനെ 0 ആക്കണം. That means we have to change second row. R2 gives എന്താണ് R2 minus 2 into first row. R2 minus 2 into first row. ഇവിടെ 2 multiply ചെയ്യുക, then താഴെ നിന്ന് subtract ചെയ്യുക. So എന്താണ് first row no change 1 minus 1. Second row എങ്ങനെ മാറുന്നു? Second row minus 2 into first row. ഇവിടെ 2 multiply അപ്പോൾ എന്ത് കിട്ടി 2 minus 2 0. ഇവിടെ 2 multiply എന്ത് കിട്ടി minus 2. Subtract ചെയ്യുക 3 minus minus 2 3 plus 2 that is plus 5. കിട്ടിയായിരുന്നോ? ഇവിടെ 2 multiply എന്ത് കിട്ടി minus 2. എന്നിട്ട് താഴെ നിന്ന് കുറയ്ക്കുക 3 minus minus 2 that is plus 5 equal to first row no change. Second row എങ്ങനെ മാറുന്നു? Second row minus 2 into first row. ഇവിടെ 2 multiply 2 subtract ചെയ്യുക 0 minus 2 minus 2. ഇവിടെ എന്താണ് R2 minus 2 into R1. ഇവിടെ 2 multiply 0 1 minus 0 എന്ത് തന്നെയാണ് 1 into a. ഓക്കെ, നെക്സ്റ്റ് ഇത് 1 ആയി ഇത് 0 ആയി. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇത് 1 ആക്കുക. ഇതെങ്ങനെ 1 ആക്കും? ഇതുവരെ ചെയ്യാത്ത ഒരു ഓപ്പറേഷൻ വളരെ സിമ്പിൾ ആണ്, വേറെ വിഷയമൊന്നുമില്ല. രണ്ടാമത്തെ റോ ചേഞ്ച് ചെയ്യണം. എങ്ങനെ? സെക്കൻഡ് റോ ഇൻറ്റു 1/5. ഇതിനെ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1/5 മൾട്ടിപ്ലൈ 1 ആവത്തില്ലേ? സോ വാട്ട് ഈസ് ദ ഓപ്പറേഷൻ? R2 gives R2 ഇൻറ്റു 1/5 അല്ലെങ്കിൽ 1/5 ഇൻറ്റു R2 അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് R2/5 എന്ന് എഴുതിയാലും മതി. സോ എന്ത് കിട്ടും പറഞ്ഞോ? First row no change 1 minus 1. Second row 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 0/5 0 5/5 1 equal to അതേ പരിപാടി റൈറ്റ് ഹാൻഡ് സൈഡിലും അല്ലേ? ഫസ്റ്റ് റോ അതുപോലെ 1 0. സെക്കൻഡ് റോ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട്. എന്ത് കിട്ടും? -2/5. നെക്സ്റ്റ് 1/5 ഇൻറ്റു a. വേറെ വിഷയം ഒന്നുമില്ല, ഫ്രാക്ഷൻ വന്നു അത്രമാത്രം. ഓക്കെ, നെക്സ്റ്റ് ഇത് 1 ആയി ഇത് 0 ആയി ഇത് 1 ആയി, നോ പ്രോബ്ലം. നെക്സ്റ്റ് നമ്മുടെ എയിം എന്താണ്? ഇത് 0 ആക്കുക. So we have to change first row. So R1 gives what is the operation? R1 plus R2. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0. So R1 plus R2. So we have to change first row. എങ്ങനെയാണ് ഫസ്റ്റ് റോ മാറുന്നത്? ഫസ്റ്റ് റോ പ്ലസ് സെക്കൻഡ് റോ 1 plus 0 1 minus 1 plus 1 that is 0. Second row no change. Same operation applying for right hand side also. എന്താണ്? R1 changed to R1 plus R2. ഇതും ആഡ് ചെയ്യണം 1 minus 2/5. ഇതും ആഡ് ചെയ്യണം 5 minus 2 3/5 അല്ലേ? നിങ്ങൾക്കറിയാം ഫ്രാക്ഷൻസ് സിംപ്ലിഫൈ. നെക്സ്റ്റ് എന്താണ്? ഇതും ആഡ് ചെയ്യണം 0 1/5 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1/5. സെക്കൻഡ് റോ അതുപോലെ -2/5 പിന്നെ എന്താണ് 1/5 ഇൻറ്റു a. എന്ത് കിട്ടി? A into A inverse equal to I. Therefore A inverse equal to എന്താണ്? ഈ മാട്രിക്സ് ആണ് 3/5 1/5 minus 2/5 minus 2/5. നെക്സ്റ്റ് എന്താണ്? 1/5. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ ചലഞ്ച് വീണ്ടും നിങ്ങൾക്ക് തരികയാണ്. ഇവിടെ കുറച്ചുകൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ എ എന്ന മെട്രിക്സും ഇൻവേഴ്സ് എന്ന മെട്രിക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, റൈറ്റ്. യൂസിംഗ് എലമെന്ററി ഓപ്പറേഷൻസ് ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ ഈക്വൽ ടു 133 143 134. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2/2 മെട്രിക്സസ് ആയിരുന്നു. ഇതെന്താണ്? ഒരു 3/3 മെട്രിക്സ്. സാധാരണ നമ്മുടെ എക്സാമിനേഷന് 2/2 മെട്രിക്സസിന്റെ പ്രോബ്ലംസ് ആണ് ചോദിക്കാറ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നമ്മുടെ സിലബസിൽ പറയുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഐഡിയക്കൊന്നും യാതൊരു മാറ്റവുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? ലെറ്റ് എ ഈക്വൽ ടു IA. എ എന്ന മെട്രിക്സ് എന്താണ്? 1 3 3
1 4 3 1 3 4 into equal to identity matrix. ഇത് 3/3. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്തായിരിക്കണം? 3/3. സോ 1 0 0 0 1 0 0 0 1 into a. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ a ഈക്വൽ ടു i എന്ന് എഴുതി. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? ഫസ്റ്റ് എലമെന്റ് മസ്റ്റ് ബി 1. ആദ്യത്തെ എലമെന്റ് 1. അടുത്ത് ഈ രണ്ട് 1ഉം എന്താക്കണം? 0. അതിന്റെ ആ ഫസ്റ്റ് എലമെന്റ് 1ന്റെ താഴെ വരുന്ന രണ്ട് എലമെന്റ് എന്താക്കണം? 0. അത് ഒരുമിച്ച് ചെയ്യുക. ദെൻ അടുത്ത ലക്ഷ്യം ഈ എലമെന്റ് എന്താക്കുക? 1. അതാണ് ഓർഡർ. അതിനുശേഷം അതിന്റെ മുകളിലുള്ളതും താഴെയുള്ളതും 0 ആക്കുക. എന്നിട്ട് എന്താണ്? ഈ എലമെന്റ് 1 ആക്കുക. ദെൻ ആ റോയിലെ റിമൈനിങ് എലമെന്റ്, ആ കോളത്തിലെ റിമൈനിങ് എലമെന്റ്സ് 0 ആക്കുക. ഇതാണ് ഓർഡർ. ഓർഡർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാദ്യം 1, പിന്നെ അടുത്ത് ഇതിനെ വിളിച്ച് ഒന്നാക്കാനല്ല ഉദ്ദേശിച്ചത്. ഫസ്റ്റ് 1, ദെൻ ഈ ആ കോളത്തിലെ റിമൈനിങ് എലമെന്റ്സ് 0. ദെൻ സെക്കൻഡ് കോളത്തിലെ മിഡിൽ എലമെന്റ് ഇത് 1, മേളത്തെ താഴത്തെ 0. തേർഡ് കോളത്തിലെ ഈ എലമെന്റ് 1, മേളത്തെ പിന്നെ 0. ആ ഓർഡറിൽ ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ എലമെന്റ് 1 തന്നെയാണ്, വിഷയമില്ല. അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇതും 0 ആക്കണം, ഇതും 0 ആക്കണം. യൂസിങ് ദിസ് എലമെന്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So first of all we have to change second row. So what is the operation? R2 gives R2 minus R1. Similarly, what is the operation in R3? R3 adum 0 ആക്കാൻ using first row. അതും just subtract ചെയ്താൽ മതി. So R3 gives R3 minus R1. എന്ത് കിട്ടും? First row no change 1 3 3. Second row എങ്ങനെ മാറുന്നു? Second row minus first row. Just subtract here. 1 minus 1 0. 4 minus 3 1. 3 minus 3 0. Very simple operation. Next third row എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? Third row minus first row. 1 minus 1 0. 3 minus 3 0. 4 minus 3 1. Very simple. Equal to അതേ ഓപ്പറേഷൻ റൈറ്റ് ഹാൻഡ് സൈഡിലും ചെയ്യണം. First row no change 1 0 0. Second row എങ്ങനെ മാറുന്നു? Second row minus first row. 0 minus 1 minus 1. 1 minus 0 1. 0 minus 0 0. Then last row എങ്ങനെ മാറുന്നു? Last row minus first row. 0 minus 1 minus 1. 0 minus 0 0. 1 minus 0 1 into a. Clear? First element 1. Remaining elements in that columns are 0. Okay. Next second column ഈ middle element 1. ബാക്കിയുള്ള രണ്ട് എലമെന്റ് 0 ആവണം. ഇത് ഓൾറെഡി 0. അപ്പൊ ഇനി ഏത് മാത്രം 0 ആക്കിയാൽ മതി? ഈ 3. അതെവിടെ ഇരിക്കുന്നു? ഫസ്റ്റ് റോ. സോ വാട്ട് ഈസ് ദ ഓപ്പറേഷൻ? ഫസ്റ്റ് റോ ചേഞ്ച്ഡ് ടു ഈ ഒന്നാമത്തെ റോ ഈ 3നെ 0 ആക്കണം. യൂസിങ് ദിസ് 1. ഈ 1 യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു 3 മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ ആ കോൺസ്റ്റന്റ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ? R1 minus 3 into second row. സോ ഓപ്പറേഷൻ R1 minus 3 into second row. എന്ത് കിട്ടും? എനിക്കോളൂ ഒന്നാമത്തെ റോ മാറുന്നു. എങ്ങനെ? ഒന്നാമത്തെ റോ മൈനസ് 3 into second row. ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യാൻ മേളിൽ നിന്ന് കുറയ്ക്കുക. ഇത് 3 മൾട്ടിപ്ലൈ ചെയ്താൽ 0. 1 minus 0 1 1. നെക്സ്റ്റ് ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യുക. 3 minus 3 0. നെക്സ്റ്റ് എവിടെ മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യുക. 3 മൾട്ടിപ്ലൈ ചെയ്താൽ 0. 3 minus 0 3. നെക്സ്റ്റ് സെക്കൻഡ് റോ നോ ചേഞ്ച് 0 1 0. Third row no change 0 0 1. ശരിയല്ലേ? ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഇതേ ഓപ്പറേഷൻ. എന്താണ്? രണ്ടാമത്തെ റോയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രണ്ടാമത്തെ റോയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്നാമത്തെ റോയിൽ കുറയ്ക്കണം. ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ -3. 1 minus -3 1 plus 3 that is 4. നെക്സ്റ്റ് ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 3 വരും. പിന്നെ എന്ത് ചെയ്യണം? മേളിൽ നിന്ന് കുറയ്ക്കുക. 0 minus 3 that is -3. നെക്സ്റ്റ് രണ്ടും 0 ആണെങ്കിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താൽ ആൻസർ എന്ത് തന്നെയാണ്? 0. ഇനി സെക്കൻഡ് റോ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെ -1 1 0. തേർഡ് റോ അതുപോലെ -1 0 1 ഇൻറ്റു എന്താണ്? a എന്ന് കിട്ടി. നെക്സ്റ്റ് 1 റിമൈനിങ് എലമെന്റ്സ് ഇൻ ദാറ്റ് കോളം 0. 1 റിമൈനിങ് എലമെന്റ്സ് ഇൻ ദാറ്റ് കോളം 0. ലാസ്റ്റ് കോളം 1 ഇത് 0. അപ്പോൾ ഇനി എന്ത് 0 ആക്കിയാൽ മതി? ഈ 3 again that exists in the first row. So we have to change first row. First row എങ്ങനെ 0 ആക്കും? Using this 1. ആ 1 യൂസ് ചെയ്ത് വേണം ചെയ്യാൻ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് മേളിൽ നിന്ന് കുറച്ചാൽ പോലെ ഒന്നാമത്തെ റോ -3 into third row. First row -3 into third row. First row എങ്ങനെ മാറുന്നു? ഫസ്റ്റ് റോ -3 into
തേർഡ് റോ. സോ മൂന്നാമത്തെ റോയെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ 0 × 3 0, 1 - 0 തന്നെയാണ് 1, രണ്ടും 0, then 0. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 3, 3 - 3 0. ബാക്കിയുള്ളത് അതുപോലെ 0 1 0 0 0 1. സെയിം ഓപ്പറേഷൻ റൈറ്റ് ഹാൻഡ് സൈഡും അപ്ലൈ ചെയ്യണം. എന്താണ് ഓപ്പറേഷൻ? ഒന്നാമത്തെ റോ മൈനസ് 3 × തേർഡ് റോ. ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും -3. സബ്ട്രാക്ട് ചെയ്യുക. 4 -3 4 + 3 എന്ത് കിട്ടി? 7. അടുത്ത് ഇവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യുക, 0 തന്നെയാണ്. സബ്ട്രാക്ട് ചെയ്താൽ -3 തന്നെ കിട്ടും. അടുത്ത് ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക? 3, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 0 - 3 എന്ത് കിട്ടും? -3. സെക്കൻഡ് റോ നോ ചേഞ്ച്, തേർഡ് റോ നോ ചേഞ്ച്, ഇൻറ്റു എ. എന്ത് കിട്ടി? A × A inverse equal to I. Therefore, A inverse equal to this matrix 7 -3 -3 -1 1 0 -1 0 1. So which is inverse of this matrix. Okay. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് യൂസിങ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ചെയ്യാം എന്നാണ്. നിങ്ങൾക്ക് വളരെ ഭംഗിയായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചുകൂടെ ഐഡിയ ഉറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ സ്വയം ചെയ്തു നോക്കാൻ 2-3 ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് A = 1 to 2 - 1 using elementary transformation. Again, find inverse of A = matrix 3 10 2 7 using elementary transformation. Third question, find inverse of A = 10 - 2 -5 1 using elementary transformation. ഇത്രയും ആണ് മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ 7 എപ്പിസോഡായിട്ടാണ് ഈ മെട്രിക്സ് എന്ന ചാപ്റ്റർ ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. 7 എപ്പിസോഡും കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ അറിയിക്കുക. ഒപ്പം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് എഴുതുക. ഇതുവരെ മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ 7 ക്ലാസ് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും നമുക്ക് അടുത്ത വേറൊരു ചാപ്റ്ററുമായി കാണാം. ബൈ ബൈ.